സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രി അവസാന രാത്രിയാണ്. പ്രാപിക്കാൻ പറ്റുന്നവർ, പ്രതീക്ഷയോടെ കടന്നു വന്നവർ, ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ ഒരു മൂമെൻ്റാണ്, ഒരു ജസ്റ്റ് ദൈവ ഈ 40-20 ഉപവസിച്ചിരുന്നപ്പമല്ല പുതപ്പ് വീഴുന്നത്. ഏലീശയുടെ മണ്ടയ്ക്ക് പുതപ്പ് വീഴുന്നത് അവന് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ല. ലോകത്തെ കീഴ്മേലായി മറിച്ച 12 ശിഷ്യന്മാർ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്നപ്പോൾ അല്ല അവരുടെ മേൽ പുതപ്പ് വീഴുന്നത്. ഇന്ന് രാത്രി ചിലതിൻ്റെ മേൽ, ചിലരുടെ മേളിൽ ആ പുതപ്പ് വീഴുന്ന രാത്രി ആകട്ടെ. എൻ്റെ വിഷയം സീസൺ ഓഫ് ചേഞ്ച്. ഇന്നലെ രാത്രി ഞാൻ അതിനെ ഒന്ന് തൊട്ടായിരുന്നു. സീസൺ ഓഫ് ചേഞ്ച്. നിങ്ങൾ ഈ പർവ്വതം ചുറ്റിയതും മതി, നിങ്ങൾ വടക്കിലോട്ട് തിരിയുക. വടക്കിലോട്ട് തിരിയുക. അവിടെ നിന്നാണല്ലോ ഞാൻ തുടങ്ങിയത്. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 12 വേഴ്സ് 32 ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 12:32 ഇസക്കാർ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന് 200 പേർ അവർ ജ്ഞാനമുള്ളവരായിരുന്നു. ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ടൈം. സമയം തിരിച്ചറിയുന്നവ. UK-യിലായിരിക്കുന്ന IAG കോൺഫറൻസിൽ കടന്നു വന്ന സകല കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് ദ സീസൺ ഓഫ് ചേഞ്ച്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോകുന്ന ഒരു കോൺഫറൻസ് ആണ് ഇത്. ഇത് ജസ്റ്റ് ഒരു ഈവൻ്റ് അല്ല. ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു മൂവ് പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്റ്റുകളിലും ദൈവം തൊടാൻ പോകുന്നു. നിങ്ങൾക്കറിയത്തില്ല അതിൻ്റെ ശക്തിയുടെ വ്യാപാരം എത്ര വലുതായിരിക്കുമെന്ന്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ആമേൻ പറഞ്ഞാട്ട്. ഞാൻ പറഞ്ഞു അപ്പോയിൻറ്റഡ് ടൈം, ദ കൈറോസ് മൂവ്മെൻറ്റ് ഉണ്ട്, ഈ ക്രോണോളജിക്കൽ ടൈമിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോയിൻറ്റഡ് ടൈമിനെ കുറിച്ച് പറഞ്ഞു. തിരിച്ചറിയണം. നിൻ്റെ വിടുതൽ മറ്റുള്ളവർ അറിയുന്നതുമെന്ന് നീ അറിയണം. സ്വത്രം പറയുന്നില്ലല്ലോ. മറ്റുള്ളവർ അറിയുന്നതിന് മുൻപ് നീ അറിയണം. ആമേൻ. നാളെ ഇന്ന സമയത്തിൽ വിടുതൽ നടക്കാൻ പോകുന്നെന്ന് പ്രവാചകൻ പറഞ്ഞപ്പം രാജാവിൻ്റെ റൈറ്റ് ഹാൻഡ് പേഴ്സൺ അവൻ പറയും, സ്വർഗത്തിൽ നിന്ന് കിളിവാതിൽ തുറന്നാൽ പോലും അങ്ങനത്തെ ഒരു സംഭവം നടക്കത്തില്ലെന്നേ, നടക്കത്തില്ല, നടക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. പക്ഷേ പ്രവാചകനൊന്ന് പറയാൻ ഉണ്ട്, അത് സംഭവിക്കും. നീ അത് കാണും, പക്ഷേ നീ അത് അനുഭവിക്കുകയില്ല. ഇന്ന് രാത്രി കണ്ടേച്ച് പോകാനല്ല, നീ അനുഭവിച്ചിട്ട് പോകണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഈ കോൺഫറൻസിന് വന്നു, ഞാൻ കണ്ടു, 10 പേരുമായിട്ട് നിന്നു, ഫോട്ടോ എടുത്തു, ഞാൻ എല്ലാം കണ്ടു, താങ്ക് യു ജീസസ് പറഞ്ഞിട്ട് പോകാനല്ല. ഇവിടെ പറയുന്ന ദൂത്, ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വിടുതൽ അന്യരെ കണ്ണുകൊണ്ടല്ല, നിൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ കാണുന്നത് മാത്രമല്ല, അത് നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ആ വിടുതൽ നടക്കുന്ന നീ അനുഭവിക്കണം. നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. ഈ സമയം തിരിച്ചറിയുന്നവർ ഒരു വാക്ക്, ആ വാക്യം വായിച്ച് അവിടെ തന്നെ ഞാൻ തുടങ്ങട്ടെ. ഫസ്റ്റ് ക്രോണിക്കൽസ് 12:32 ഇസ്സാഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്നും അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ, കാലജ്ഞാനമുള്ള 200 പേർ അവിടെ ഉണ്ടായിരുന്നു. സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിന് ആ സമയം വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റിയിരിക്കും. ഞാൻ തെളിവ് തരാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ഉം 13-ഉം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക.
എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർഷന, ഷേഥാർ, അദ്മാധ, തർഷീസ്, മേരസ്, മർസനെ, മെമുഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേദിയയിലെയും 7 പ്രഭുക്കന്മാർ അവനോട് അടുത്ത് ഇരിക്കുകയായിരുന്നു. രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളുമായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തുരാജ്ഞി അനുസരിക്കായിക കൊണ്ട് രാജ്യധർമ്മ പ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. She has not obeyed the commandment of king, since it was a customary for the king to consult experts in matters of law and justice. Amen. He spoke with the wise man. ആരോടാ സംസാരിച്ചത്? The wise man. The wise man who understood the times. അവിടെ അതാണ് പദം. സമയത്തെ തിരിച്ചറിയുന്ന ജ്ഞാനമുള്ളവര് അതാത് സഭയിലും അതാത് പട്ടണത്തിലും അതാത് കാലഘട്ടത്തിലും ദൈവം അങ്ങും ഇങ്ങുമായി നിയമിച്ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ അവർ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല. അവർ ടൈമിന് വരുമ്പോൾ നമ്മുടെ കോൺഫറൻസിലൊക്കെ ഞങ്ങൾ കാണുന്നത് തന്നെ അറിയുമോ, കറക്റ്റ് ടൈം വരുമ്പോൾ സ്വത്രം ചിലരൊക്കെ ബൈബിൾ പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പുസ്തകം പിടിച്ചോണ്ട് വരും. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു ഇന്നതെന്ന്. സ്വത്രം അതുകൊണ്ട് ആ പരിപാടി നിർത്തണമെന്ന് പറയും. അമ്മേ, ഇവിടെ വൈസ് മാനാണ്, സമയത്തെ തിരിച്ചറിയുന്ന. സ്വത്രം വസ്തിരാണിക്ക്, രാജ്ഞിക്ക്, അവൾക്ക് സമയത്തെ ബോധമില്ലാതെ ഇരുന്നപ്പോൾ സ്തോത്രം എസ്തറിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്തറിയാമോ? അവൾ കിട്ടിയ സമയത്തിൽ ചാടിപ്പിടിച്ചു. സ്തോത്രം, മനസ്സിലായില്ല ഇല്ലയോ? ചിലർക്ക് അവസരം കിട്ടുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. പക്ഷെ ചിലർ അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് അത് നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ട്. ആമേ, ചാൻസ് കിട്ടുമ്പോൾ ചാടണം. അവസരം കിട്ടുമ്പോൾ അതിന് തക്കത്തിൽ ഉപയോഗിക്കണം. അതാണ് സമയത്തെക്കുറിച്ച് പറയുന്നത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, God will do the changes in his season. ദൈവം എപ്പോഴും ചേഞ്ചസ് വരുത്തത്തില്ല. അവൻ്റെ സീസൺ തുടങ്ങിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്, എൻ്റെ ചേഞ്ചിൻ്റെ, എൻ്റെ മാറ്റത്തിൻ്റെ സമയം വന്നിരിക്കുന്നു, എൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന സമയം വന്നിരിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലിൻ്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങൾ സ്വത്രം പറയുന്നില്ലല്ലോ. Come on somebody, hallelujah, hallelujah. വിടുതലിൻ്റെ സമയം. ഞാൻ ചോദിക്കട്ടെ, 30 വർഷം കൊണ്ട് 30 പേരെ വെച്ച് സ്വത്രം പറഞ്ഞ് സൂത്രത്തിൽ ജീവിക്കുന്നതിന് നല്ലത് സ്വത്രം, അതിലും നല്ലത് നിങ്ങൾ കിട്ടുന്ന അവസരം കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു നിമിഷം എല്ലാവരും ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കം ഓൺ, ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ്. പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ അടയാളമുള്ളവർ അന്യഭാഷയിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്തരീക്ഷം ശുദ്ധിയാകട്ടെ. യെസ്. സ്തുതിക്കുന്നവന്റെ മേളിൽ ഒരു മേഘം പൊങ്ങി വരും. ആ മേഘം showers of blessings. സ്തുതിക്കാത്തവൻ ആരാധിക്കാത്തവന് മഴയില്ല എന്ന് യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു. ദൈവത്തെ സ്തുതിക്കാത്തവന് ആരാധിക്കാത്തവന്റെ മേളില്
മഴ പെയ്യുകയില്ല. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ മാരി നിന്റെ മേൽ ചൊരിയണമെങ്കിൽ ഇന്ന് രാത്രി വാ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ സമയം ദൈവം മാറ്റിത്തിരിക്കാൻ പോകുന്നു. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോകുന്നു. യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കി, യോഗ്യതയില്ലാത്തവരെ യോഗ്യമുള്ള സ്ഥാനങ്ങളിലേക്ക് ദൈവം കയറ്റാൻ പോകുന്നു. ചില പ്രൊമോഷനുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലർക്ക് വേണ്ടി ചില പ്രൊമോഷനുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. Come on, receive it, receive it, receive it. Receive it. നിനക്കൊരു യോഗ്യതയില്ല. God's favor is coming upon you. ദൈവത്തിന്റെ ഫേവർ വരുന്നു നിന്റെ മേൽ. ദൈവത്തിന്റെ ഫേവർ വരുന്നു. The season of revival, explosion ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. ഉണർവിന്റെ സ്ഫോടകം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ എത്ര പേർ ഉൾക്കൊള്ളുന്നോ എനിക്കറിയത്തില്ല. സ്വത്രം അത് ഉൾക്കൊള്ളുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്. ദൈവം ചേഞ്ച് ചെയ്യുമ്പോൾ 3 മണ്ഡലത്തിലാണ് ചേഞ്ചസ് വരുന്നത്. നമ്പർ 1, ആർ യു റെഡി? നമ്പർ 1, a drastic change. Drastic change. ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞ സഡൻലി അനേക വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചും ഉപവസിച്ചും നേടാൻ പറ്റാത്ത കാര്യങ്ങൾ പെട്ടെന്ന്, ക്വിക്ക്ലി, ഇമ്മീഡിയറ്റ്ലി, സഡൻലി, വിത്തൗട്ട് പ്രീവിയസ് നോട്ടീസ്, മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് നടക്കുന്ന സംഭവത്തെയാണ് പറയുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന്. ആർ യു വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. അങ്ങനെ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ദ സ്പിരിച്വൽ റിലം നിങ്ങൾക്ക് വേണ്ടി ഓപ്പണാണ്. പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. പെട്ടെന്നായിരിക്കും വിടുതലുകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന പലരെയും നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് വരണമെങ്കിൽ മിനിമം ഒരു 5 വർഷം എടുക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പെട്ടെന്നായിരിക്കും നിങ്ങളെ ആ സ്ഥാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. സ്വത്രം. സാധാരണമായ പ്രോസസ്സിംഗ് ഇല്ല, പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. UK ഈ കോൺഫറൻസിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ചില വ്യത്യാസങ്ങൾ വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ഈ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞ ഓവർടേക്കിംഗ് സ്പിരിറ്റ്, നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ചിലരൊക്കെ മുൻപോട്ട് പോകത്തുമില്ല, വഴി ഒട്ടും കൊടുക്കത്തുമില്ല. ഇവിടെ അങ്ങനൊന്നുമല്ല. സ്വത്രം. നിങ്ങൾ ട്രാക്കൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കറിയാം, ഇന്ത്യക്കാരാണല്ലോ. സ്വത്രം. സ്പീഡ് ട്രാക്കിൽ ട്രക്കല്ല പോകത്തുള്ളൂ, കാറിന് സ്ഥലം കൊടുക്കത്തില്ല. അത് 3 ട്രാക്കിൽ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ഇവരിങ്ങനെ പോകും. പുറകിൽ എത്ര ആറിനടിച്ചാലും ഇവർ നീങ്ങത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. കിട്ടുന്ന ചാൻസിൽ ഓവർടേക്ക് ചെയ്യുന്ന സ്വത്രം നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. Days are coming, declares the Lord, when the reaper will overtaken by the plowman. Amen. Hallelujah. എന്ന് പറഞ്ഞ വിതയ്ക്കുന്നതിന് മുൻപ് സ്വത്രം ഫലം കൊയ്തെടുക്കുമെന്ന്. വിതയ്ക്കാതെ എങ്ങനെ കൊയ്തെടുക്കും? പക്ഷെ ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റുകൾ നടക്കാൻ പോകുന്നു. ഞാൻ തെളിവ് തരാം. ഹല്ലേലൂയ. നിങ്ങളിവിടെ സ്വത്രം പറയുന്ന മുൻപ് വിടുതൽ അവിടെ എത്തിയിരിക്കാം. നിങ്ങളിവിടെ ആമേൻ പറയുന്ന മുൻപ് നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറ.
വിതയ്ക്കുന്നതിന് മുൻപ് നീ ഫലം കൊയ്തുകൊണ്ടിരിക്കുക. അതാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്ന ഡ്രാസ്റ്റിക് ചേഞ്ച്. Amen. We have lot of plans. We have lot of preparations. പ്ലാനും പദ്ധതികളെല്ലാം തകിടം മറിച്ചുകൊണ്ട് തമ്പുരാൻ നിന്നെ മുൻപന്തിയിലെത്തിക്കും. സ്വത്രം മുൻപന്തിയിലെത്തിക്കും. ആമേ. ചിലർക്ക് വിശ്വാസം വരുന്നില്ല. ഓ പാസ്റ്റർ ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന ഇരിപ്പിലായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണുക. Hallelujah. Happening without previous notice. പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ദൈവം നടത്താൻ പോകുന്നു. അത് പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ് ആയിരിക്കും. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അനേക വർഷങ്ങൾ കൊണ്ട് നീ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാത്ത, come on Holy Spirit, hallelujah, hallelujah, അനേക വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാത്ത വിഷയങ്ങളുടെ മേൽ ദൈവം പെട്ടെന്ന് മഞ്ഞും മഴയും അയക്കുന്നത് പോലെ, പെട്ടെന്ന് വിടുതൽ അയക്കുന്ന പോലെ, പെട്ടെന്ന് റിസൾട്ട് കാണുന്നത് പോലെ. ആമേൻ, 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 ഹല്ലേലൂയ. നീ വിതയ്ക്കുന്നതിന് മുൻപേ ഫലം കൊയ്തെടുക്കാൻ പോകുക. നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഫേവർ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഫേവർ വർക്ക് ചെയ്യാൻ പോകുന്നു. നിന്റെ കണ്ണിന് അത് അതിശയമായിരിക്കും. യെശയ്യാ പ്രവചനം 65:24. അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരമരുളും. That is called drastic change. ആ സ്വത്രം പോരാ. അതെങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഇത്ര അനുഭവം ഇല്ലയോ? ഇതൊക്കെ എത്ര കേട്ടതാ. സ്വത്രം. ഞങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, പക്ഷെ വിടുതൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് കളഞ്ഞു. ഇനി നടക്കത്തില്ല. ആ പ്രവാചകൻ കള്ളപ്രവാചകനായിരുന്നു. പറഞ്ഞ ഒന്നും നടന്നില്ലെന്നേ. സ്വത്രം. അതുകൊണ്ടാണ് നടക്കാത്തത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഈ ചേഞ്ച് വരുമ്പോൾ, ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് സംഭവങ്ങൾ തിരിഞ്ഞു വരിക. നീ വിളിച്ചും നിലവിളിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്ത ദൈവം നീ വിളിക്കുന്നതിന് മുൻപ് നിന്റെ വിടുതൽ നിന്റെ പക്കലെത്തിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ നടക്കണം, എൻ്റെ കുടുംബത്തിൽ നടക്കണം, എൻ്റെ ശുശ്രൂഷയിൽ നടക്കണം, എൻ്റെ സഭയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ് ലോർഡ്, യെസ്. ആത്മക്കൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ വരുന്നവർ നിലനിൽക്കുന്നില്ല. വരുന്നു, അവർ ഫ്രണ്ട് ഗേറ്റിലിരുന്ന് വരുന്നു, ബാക്ക് ഡോറിൽ കൂടി പുറത്തു പോകുന്നു. പക്ഷെ ഇന്ന് രാത്രി അല്ലല്ലയോ സ്തോത്രം, ബാക്ക് ഡോറിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി ദൂത വിളിച്ചു പറയുന്നു, നീ വിളിക്കുന്നതിന് മുൻപേ, നീ സുവിശേഷം എത്തിക്കുന്നതിന് മുൻപേ, നീ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് നീ ഫലം കൊയ്യാൻ പോകുന്നു. പെട്ടെന്നായിരിക്കും വിടുതൽ നടക്കുന്നത്, പെട്ടെന്നായിരിക്കും സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. ഹലോ, ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ള ദൂത്, ദൈവം അറിയിക്കാനുള്ള ദൂത്, അതിനെ തടസ്സമാക്കാൻ നോക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. പെട്ടെന്നുള്ള വിടുതല്. സഡൻലി നീ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ, നീ യേശുവേ എന്ന് വിളിക്കുന്നതിന് മുൻപേ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ഈ കോൺഫറൻസ് 17ാമത്തെ IAG കോൺഫറൻസോടെ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവര് ഇരുന്നോ നിന്നോ സ്തോത്രം പറയാൻ പറ്റുന്നവർ സ്തോത്രം പറഞ്ഞു. Suddenly, quickly, immediately,
പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ് നടക്കാൻ പോകുന്നു. നീ വിളിക്കുന്ന മുൻപ് നിനക്ക് ഉത്തരം അരുളു. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, നീ കൈവയ്ക്കുന്നതിന് മുൻപ് രോഗസൗഖ്യങ്ങൾ നടക്കാൻ പോകുന്നു. നീ ഒരു ഭവനത്തിൽ കയറി പോകുന്നതിന് മുൻപ് അവിടെ ഭരിക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ, ഹല്ലേലൂയ, മിന്നൽ പോലെ നിന്റെ വിടുതൽ മിന്നൽ പോലെ ആയിരിക്കും. പിശാചിന്റെ വീഴ്ച മിന്നൽ പോലെ ആകുമ്പോ ദൈവം നിന്റെ ശുശ്രൂഷ മിന്നൽ പോലെ ശക്തി വ്യാപരിക്കുന്നു. Receive the fire. ആ സഹോദരന്റെ മേൽ ശക്തി വ്യാപരിക്കുന്നു. ശക്തി വ്യാപരിക്കുന്നു. ഞാൻ കാണുന്നു ഒരു ഇലക്ട്രിസിറ്റി പവർ പോലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇന്ന് രാത്രി നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഒതുങ്ങത്തില്ല. പരിശുദ്ധാത്മാവ് ഭയങ്കര മാറ്റങ്ങൾ വരാൻ പോകുന്നു. ചേഞ്ച് വരാൻ പോകുന്നു. യെസ് 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 ആ കൊച്ചിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. The fire is coming upon her. Receive it. The fire. Receive it. Suddenly, quickly, immediately. പെട്ടെന്ന് വർഷങ്ങളാൽ അടയ്ക്കപ്പെട്ട ഫയലുകൾ, വർഷങ്ങളാൽ അടച്ചു വെച്ചിരിക്കുന്ന ചില ഫയലുകളെ പെട്ടെന്നായിരിക്കും ദൈവം നിനക്ക് വേണ്ടി റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറുന്ന രാത്രിയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ചിലതിന്റെ നാവിൽ ദൈവം പുതിയ ഭാഷകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിന്റെ നാവിന്മേൽ ദൈവം അധികാരത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചോണ്ടിരിക്കുന്നു. ശക്തി വ്യാപരിച്ചോണ്ടിരിക്കുന്നു. ആ പുറകിൽ നിൽക്കുന്ന ആ സഹോദരന്റെ മേൽ, ബിനോയ് പാസ്റ്റർ, അതെ ഒരു ശുശ്രൂഷയുടെ ചേഞ്ച് വരാൻ പോകുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നു. ആൾ മാറിയവനെ പോലെ ചില പ്രവചനത്തിന്റെ ശബ്ദമായി പുറത്തു വരത്തക്കവണ്ണം ദൈവം അവനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അഭിഷേകത്തിന്റെ ഒഴുക്ക് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഡ്രാസ്റ്റിക് ചേഞ്ച്. ലെറ്റ് മീ ഗോ ഫോർവേഡ്. ഇരിക്കുന്നവർ ഇരിക്കാൻ, നിൽക്കുന്നവർ നിൽക്കാൻ. നിങ്ങൾക്ക് എന്ത് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെൻറ്റുകൾ, അതാണ് സൂപ്പർ നാച്ചുറലി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങൾ പാടിയതല്ല, നിങ്ങൾ അഭ്യാസം ചെയ്തതല്ല. നിങ്ങൾക്കറിയാത്തത് രീതിയിൽ ഒരു മണ്ഡലം ഓപ്പൺ ആകുന്നു. ശക്തമേറിയ മണ്ഡലം. അതിൻ്റെ പേരാണ് ഡ്രാസ്റ്റിക് ചേഞ്ച്. മണ്ഡലം നിനക്ക് വേണ്ടി തുറക്കുന്നു. ആത്മമണ്ഡലം തുറക്കുമ്പോൾ അവിടെ സ്ട്രഗിളിംഗ് ഇല്ല. അവിടെ സ്ട്രഗിൾ ചെയ്യണ്ട. നിനക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തനങ്ങൾ ചെയ്യുക. നീ വിളിക്കുന്നതിന് മുൻപ്, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവം നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം ജനിക്കുമോ? ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം ജനിക്കുമോ? അത് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ദൂത് നിവർത്തിയായി. ഒറ്റ രാത്രി കൊണ്ട്
ഇസ്രായേൽ എന്ന് ഒരു രാജ്യം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഈ ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ചരിത്രത്തെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധ്യമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറ. പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ് ദൈവം ചെയ്യാൻ പോകുന്നു. നിനക്ക് വേണ്ടി ചില സപ്പോർട്ടിംഗ് സിസ്റ്റമിനെ ദൈവം ഒരുക്കാൻ പോകുന്നു. ആഹാ ആഹാ, ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി അത് തളിർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, അങ്ങനെ ചില പ്രോസസ്സിങ്ങൾ ഇവിടെ നടക്കാൻ പോകുക. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി, സ്തോത്രം, അഹരോന്റെ വടി തളർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. അങ്ങനെയാണെങ്കിൽ ഒറ്റ രാത്രി മണ്ണിന്റെ ചൊവ്വ അതിനില്ല. ഈ വടിക്ക് മണ്ണിന്റെ ചൊവ്വയില്ല, അതിന് വേലി കെട്ടിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, സ്വത്രം, അതിന് ആവശ്യമുള്ള പ്രോസസ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാലങ്ങൾ നീണ്ടെടുക്കുന്ന ചെടി നെറ്റ് അതിന് വെള്ളം ഒഴിക്കണം, വളമിടണം, വേലി കെട്ടണം. അത് കിളിർത്ത് വരാൻ സമയം പിടിക്കും. അത് പിന്നെ ചെടിയാകണം, പിന്നെ മരമാകണം, പിന്നെ അത് പൂക്കണം, പിന്നെ അത് കായ്ക്കണം. ഇതെല്ലാത്തിനും സമയം പിടിക്കും. പക്ഷെ അഹരോന്റെ വടിക്ക് മണ്ണിന്റെ ചൊവ്വയില്ല, അത് വിണ്ണായിട്ട് കണക്റ്റഡാ. ഇന്ന് രാത്രി ചിലർ വിണ്ണായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നവര്, സ്വർഗമായി കണക്റ്റഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രോസസ് ഇല്ലാത്ത 6 മാസമായിട്ട് ഞാനൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുവിശേഷ വേലയ്ക്ക് അദ്ദേഹം വെളിയുള്ളവനാണ്. ഞാൻ ആ സഹോദരൻ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദാസനോട് പറഞ്ഞു, ആ സഹോദരൻ മേൽ കൈവെക്കുക, അവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവനാണ്. ഐ എം ഗിവിംഗ് കൺഫർമേഷൻ പാസ്റ്റർ. ഒരു ചേഞ്ച് വരിക. ഇതിൻ്റെ അകത്ത് ചില ചേഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുക. നീ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, സ്വത്രം, അത് എൻ്റെ തെറ്റല്ല. പറവകളെ നോക്കുക, സ്വത്രം, ഹല്ലേലൂയ. ഇന്നലെ വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, കുറുംപ്രാവും, സ്വത്രം, മിന്നൽ പക്ഷിയും തൻ്റെ സമയം തിരിച്ചറിയുന്നു. ആമേ, നിന്റെ വിടുതലിന്റെ സമയം മറ്റുള്ളവരല്ല അറിയേണ്ടത്, നീ അറിയേണ്ടത്. നിന്റെ അത്ഭുതത്തിന്റെ സമയമായി എന്ന് വിശ്വസിക്കുന്നവർ ചിലർ മതി എന്ന് പറഞ്ഞിരിക്കുക. ഇരുന്നോട്ടെ, നിന്റെ സമയമായി, നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കേണ്ട സമയമായി. ദൈവാത്മാവ് എന്നോട് പറയുന്നു, അഹരോന്റെ വടിക്ക് അത് കിളിർക്കണമെങ്കിൽ, അത് തളിർക്കണമെങ്കിൽ അതിന് ലോങ് പ്രോസസ്സാ. പക്ഷെ ദൈവം പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് 2024 ഈ 17ാമത്തെ IAG UK യൂറോപ്പിന്റെ കോൺഫറൻസിൽ അവസാന രാത്രിയിൽ, കമാൻ somebody, അവസാന രാത്രിയിൽ നിന്റെ ചരിത്രം മാറാൻ പോകുന്നു, നിന്റെ അവസ്ഥ മാറാൻ പോകുന്നു, നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. നിന്റെ മേൽ ഇതുവരെ കാണാത്ത ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ദൈവം ഇടാമാകുന്നു. ഒറ്റ രാത്രി കൊണ്ട് യോസഫേ, ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റുമോ? പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റുമോ? ദൈവം പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് വേഗത്തിൽ, സ്വത്രം, രാജാവ് ഒരു സന്ദേശം അയച്ചു, യോസേഫിനെ കൊണ്ടുവരണം. സ്വത്രം, ഏത് സ്വപ്നം നിമിത്തം അവനെ സ്വന്തം സഹോദരന്മാർ അവനെ തല്ലി, അവന്റെ വസ്ത്രം കീറി, ഏത് സ്വപ്ന നിമിത്തം അവനെ പൊട്ടക്കിണറ്റിലിട്ടോ, ഏത് സ്വപ്ന നിമിത്തം
അവനെ പൊറ്റിപ്പേറിന്റെ വീട്ടിലേക്ക് വിട്ടോ. എവിടെ അടിമയായി പോയോ? പൊറ്റിപ്പേറിന്റെ ഭാര്യ, അവൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, പാപം ചെയ്യാൻ മാടി വിളിച്ചപ്പോ, ഒരു പാപം നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. 1 സമയം വേണം, സന്ദർഭം വേണം, 3 സമ്മതം വേണം. സ്വത്രം. പൊത്തിപ്പേരിന്റെ ഭാര്യ പാപം ചെയ്യാൻ നല്ല സമയമാണ്, നല്ല സന്ദർഭമാണ്. പക്ഷെ സ്വപ്നം കണ്ടവൻ, ദർശനമുള്ളവൻ പാപത്തിന്റെ ആ താൽക്കാലിക മോഹത്തിൽ വീഴാതെ, come on somebody, give me praise to the Lord. Hallelujah. അല്പകാലത്തിന്റെ സുഖം, അല്പകാലത്തിന്റെ ഈ താൽക്കാലികമായ പാപത്തിന്റെ മോഹത്തിൽ വീഴാതെ അവൻ പറഞ്ഞു, എനിക്ക് സമ്മതമില്ല. അതിനവൻ വില മുടക്കി 14 നീണ്ട വർഷങ്ങൾ അവൻ പ്രിസണിലായിരുന്നു, അവൻ ജയിലിലായിരുന്നു, അവൻ കുണ്ടറയിലായിരുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു, he was in the pit. അവൻ കുണ്ടറയിലായിരുന്നു. കപ്പ് ബെയറർ, ഫുഡ് ബെയറർ. അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാ. സ്വത്രം മറന്നുപോയി. ഐ എം സോറി, I tried my level best, brother. Sorry. I cannot. എന്ന് ഒഴിഞ്ഞു മാറുന്ന പലരും ഇരിക്കുമ്പോ സ്വപ്നം കൊടുത്തവനെ അറിയാം വീണ്ടും സ്വപ്നം എവിടെ ഇട്ട് കൊടുക്കണമെന്ന്. സ്വപ്നം, ഈ യോസേഫിന് സ്വപ്നം കൊടുത്തവൻ, ആ സ്വപ്നം രാജാവിന്റെ അകത്ത് അവന്റെ ഉറക്കത്തെ കെടുക്കാൻ എൻ്റെ ദൈവത്തിന് അധികം സമയം വേണ്ട. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ, നിന്റെ പ്രൊമോഷനെ തടഞ്ഞു വെച്ചിരിക്കുന്ന, നിന്റെ പേപ്പർ ചലിക്കാതിരിക്കത്തക്കവണ്ണം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് അധികം സമയം വേണ്ട. വിശ്വസിക്കുന്ന രാമേ പറ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ഉടനെ ഫറവോൻ ആളയച്ചു. എങ്ങനെ ഉടനെ ഫറവോൻ, എല്ലാരും പറഞ്ഞാട്ടെ, ഉടനെ. ഫറവോൻ, That means suddenly. Listen to me. This is beautiful. 14 വർഷം പ്രിസണിൽ കിടക്കുന്ന ഇവനെ പറ്റി പലരും രാജാവിനോട് ഇവന്റെ വിഷയം പറയാമെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി. പക്ഷെ ദൈവം ഇടപെട്ട പിന്നെ no more delay. You think delay is delaying? നീ ചിന്തിക്കുന്നു ദൈവം ലേറ്റാക്കിയത് ദൈവം മറന്നുപോയെന്ന്? ഇല്ല. അവൻ ഡിലേ ചെയ്താലും അവൻ ഡിലേ ചെയ്തില്ല. അവൻ ലേറ്റ് ചെയ്താലോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ദൈവമാ. Come on somebody. Hallelujah. Hallelujah. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവൻ ലേറ്റായി എന്ന് ഓർത്തിരിക്കുമ്പോ ലേറ്റായില്ല, ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യാന്. ഒന്നുകൂടി വായിച്ചോ. ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ വേഗത്തിൽ ഒന്നുകൂടി പറഞ്ഞേ. രാജാവ് ആളെ എങ്ങനെ അയച്ചത്? വേഗത്തില. സംതിങ് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോ എല്ലാം സ്പീഡപ്പ് ആവാൻ പോവാ. സ്പീഡപ്പ് ആകാൻ പോവുക. നിന്റെ മിനിസ്ട്രിയുടെ സ്പീഡപ്പ് ആകാൻ പോവുക. എങ്ങനെയാ പാസ്റ്റർ എന്ന് ചോദിക്കാം. ഞാൻ പറയാം. Are you with me? Are you getting something? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എങ്ങനെയാ പാസ്റ്റർ ഈ സ്പീഡപ്പ് ആകുക എന്ന് പറഞ്ഞ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ നിൽക്കുന്നു. അവനൊരു ശബ്ദം കേട്ടു. സ്വത്രം. ആ ശബ്ദത്തിൽ അവന് തിരിച്ചറിഞ്ഞു. കാരണം അവന് ജ്ഞാനമുണ്ട്, ദൈവത്തിൻ്റെ പരിജ്ഞാനമുണ്ട്. സ്വത്രം. ശബ്ദം കേട്ടത് വലിയ മഴയുടെ മുഴക്കമാണ്. കേട്ടോ?
അവൻ 7 തവണ തൻ്റെ ആളെ വിട്ടു, അടുത്ത ശിഷ്യനെ വിട്ടു. ഒരു 3 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി. 5-ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ പുള്ളി തന്നെ ഓർത്തിരിക്കുക, ഈ പുള്ളിക്ക് എന്നാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഏതെങ്കിലും സ്ക്രൂ എന്തെങ്കിലും മിസ്സായതാണോ, ചുമ്മാ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ആ മെഡിറ്റേറിയൻ ആ സമുദ്രത്തിൽ ഇങ്ങനെ നോക്കുക, ഒന്നും കാണുന്നില്ല. സ്വത്രം 7-ാം തവണ പോയപ്പം കൈപ്പത്തിയോളുള്ള ഒരു മേഘം. നീ പല കോൺഫറൻസിനും വന്നു, പലതിനും കണ്ടേച്ച് പോയി, പക്ഷെ ഈ കോൺഫറൻസ് അങ്ങനെ അല്ല. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. ഹലോ, ഏലിയാവ് എനിക്കിഷ്ടപ്പെട്ടത്, ഏലിയ ഉടനെ എങ്ങനെ ഉടനെ ആഹാബിനോട് പറയുക, രഥം പൂട്ടി പെട്ടെന്ന് ജസ്രീൽ ഇസ്രായേലിലേക്ക് പൊക്കോ, മഴ നിന്നെ വഴിയിൽ തടുക്കാതിരിക്കട്ടെ, വേഗത്തിൽ പോകാൻ. സ്വത്രം, നിങ്ങൾക്കറിയാമോ ഫറോന്റെ ഈ കുതിര രഥത്തിന് കെട്ടുന്നത് സ്വത്രം പെൺകുതിരയാ, നല്ല വേഗത്തിൽ പാഞ്ഞു ചെല്ലുന്ന കുതിര. സ്വത്രം, ആമേ, ഇവൻ വളരെ സ്പീഡായിട്ട് പോവുക, ഭയങ്കര സ്പീഡിൽ. ഇവിടെ നിന്ന് ഏലിയാവ് പറഞ്ഞു ബായ്. സ്വത്രം, താഴെ പോയി നോക്കിയപ്പം ഇവൻ കഷ്ടപ്പെട്ട് അവിടെ വന്നപ്പം ഏലിയ അവിടെ നിന്നോണ്ട് പറയാം വെൽക്കം വെൽക്കം വെൽക്കം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആഹാബിന്റെ രഥത്തിൽ നിന്ന് വേഗതയിൽ നിന്നെ എത്തിക്കാൻ, നിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അതാണ് പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഹലോ ആമേ. യോസഫേ 14 വർഷം കൊണ്ട് ഇവൻ പിട്ടെന്ന് പറഞ്ഞ കുണ്ട്രല്, ആമേ, കൊല്ലം കുണ്ട്ര അല്ല, സ്വത്രം, പിട്ടില്ല. ഇവന് ഒരു പ്രൈം മിനിസ്റ്റർ ആകണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടിയോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മിനിമം ക്വാളിഫിക്കേഷൻ വേണം. അറ്റ്ലീസ്റ്റ് അവന് ജിയോഗ്രാഫിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. ഇല്ല, ആ പൊളിറ്റിക്കൽ കാര്യങ്ങൾ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. ഹൂ ഈസ് ദ പ്രസിഡന്റ്, ഹൂ ഈസ് ദ വൈസ് പ്രസിഡന്റ്, ഇല്ല മന്ത്രിമാരാര്, ഇവനൊന്നും അറിയത്തില്ല. ഫൈനാൻസ് മിനിസ്റ്റർ ആരെന്ന് അറിയത്തില്ല, ഡിഫൻസ് മിനിസ്റ്റർ ആരെന്ന് അറിയത്തില്ല. സ്തോത്രം. എക്കണോമിക്കലി ഹൗ ഗ്രേറ്റ് ദേ ആർ, അവരെ എത്ര പുരോഗമിച്ചിരിക്കുന്നു, ഇവനൊന്നും ഫൈനാൻഷ്യൽ മാറ്റർ അറിയത്തില്ല. എക്കണോമിക്കൽ സീറോ നോളജ്, പൊളിറ്റിക്കൽ സീറോ നോളജ്. ഒന്നും അറിയാത്തവന് നിങ്ങൾ സ്വത്രം പറയുന്നില്ലല്ലോ, സ്വത്രം. പിട്ടിൽ കിടക്കുന്നവന്, ആമേ, രാവിലെ കള്ളന്മാരും കവർച്ചക്കാരും പാവികൾ കൂടെ, സ്വത്രം, ജയിലിൽ കിടക്കുന്ന പുള്ളിക്ക് ഒരു ജയിൽ ഡ്രസ്സുണ്ട്, അതിനൊരു നമ്പറുണ്ട്, അവനൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. ഇതും പിടിച്ച് കള്ളന്മാരും കവർച്ചക്കാരും പാവികളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്നവനെ തമ്പുരാൻ ഒറ്റ രാത്രി കൊണ്ട് prison to palace. Oh, come on somebody. മനസ്സിലായവർ മാത്രം സ്വത്രം പറഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ചരിത്രം ദൈവം മാറ്റി. എനിക്ക് മനസ്സിലാകാത്തത്, see, I deal with politicians. മന്ത്രിമാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു, മുഖ്യമന്ത്രിയെ മീറ്റ് ചെയ്യാൻ പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, റെസിഡൻഷ്യൽ ഓഫീസിൽ പോകുന്നു. ഞാൻ പോയവന അവിടെ എല്ലാം പ്രോട്ടോക്കോളുണ്ട്, ആമേ, പ്രോട്ടോക്കോളുണ്ട്. സ്വത്രം, ഇവന് പ്രോട്ടോക്കോളിൻ്റെ ഒരു കുന്തം അറിയത്തില്ല. ഒന്ന് ഓർത്തേ, സ്വത്രം. ദൈവം പറഞ്ഞു, കുപ്പയിൽ നിന്ന് ഉയർത്തി
ഞാൻ രാജാക്കന്മാരോടൊപ്പം ഇരുത്തുവെന്ന്. സ്വത്രം. അപ്പോ രാജാവിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ആ കുപ്പയിൽ കിടന്ന് അതേ ഡ്രസ്സോടെ പോയി നീ ടേബിളിൽ ഇരിക്കുവോ? ഇരിക്കാൻ പറ്റുമോ? സ്വത്രം. അപ്പോൾ there is some process. ആമേ. ഒറ്റ രാത്രി കൊണ്ട് ആ കൺട്രിയുടെ GDP റേറ്റ് എന്നാന്ന് പോലും അറിയത്തില്ല, ഫോറിൻ മിനിസ്റ്റർ ആരെന്ന് അറിയത്തില്ല, ഡിഫൻസ് മിനിസ്റ്റർ ആരെന്ന് അറിയത്തില്ല, അടുത്ത പ്രൈം മിനിസ്റ്ററിൻ്റെ പോസ്റ്റിൽ ഇരുന്ന ഇവൻ ദാസനായി കിടന്ന് എഡ്യൂക്കേറ്റഡ് അല്ല, ഇവൻ ദാസനായി കിടന്നവനാ. ആമേ. ഒറ്റ രാത്രി കൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അത് ദൈവം ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമോ എന്ന് എന്തിനാ സംശയിക്കുന്നത്? ഈ പഴയ വിശ്വാസികളെ വിശ്വസിപ്പിക്കുന്നത് തന്നെ ഭയങ്കര പാടാ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. ശിഷ്യന്മാർ എമ്മാഹുവിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്നു യേശു. അധികം ദിവസമായിട്ടില്ല. യേശു കൂടെ നടന്നിട്ട് പോലും കൂടെ നടക്കുന്ന യേശു എന്ന് തിരിച്ചറിഞ്ഞില്ല. യേശു പറഞ്ഞു, എടോ ഞാൻ നിൻ്റെ റബിയ. എനിക്കങ്ങ് വിശ്വാസം വരുന്നില്ല, ചുമ്മാരി. സ്വത്രം. കർത്താവ് പറഞ്ഞു, ഒന്ന് തൊട്ട് നോക്കടോ. സ്വത്രം. തോമസ് ഒന്ന് തൊട്ട് നോക്കിയച്ച് പറഞ്ഞു, അതെ. സ്വത്രം. അപ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞു, നീ കണ്ടിട്ട് വിശ്വസിച്ചു, പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവൻ അവൻ ഭാഗ്യവാനാ. ഇന്ന് രാത്രി വിടുതൽ കിട്ടിയച്ച് സ്തോത്രം പറയുന്നവർക്കും വിടുതൽ കിട്ടുന്നതിന് മുൻപ് അഡ്വാൻസ് ആയിട്ട് സ്തോത്രം പറയുന്നവർക്കുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം ഒറ്റ രാത്രി കൊണ്ട് പ്രോസസ് ഇല്ലാത്ത ഫുൾഫിൽമെന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. That is called drastic change. ആമേൻ. drastic change. അതിനെ ശക്തമായ മാറ്റം, മലയാളത്തിൽ ശക്തമായ മാറ്റം. നമ്പർ ടു ഡ്രാമറ്റിക്കൽ ചേഞ്ച്. സ്വത്രം. നാടകീയമായ മാറ്റം. സ്വത്രം. ചില സമയത്ത് ജസ്റ്റ് ലൈക്ക് എ ഡ്രീം, സ്വപ്നം കാണുന്നത് പോലെ. മനസ്സിലാകുന്നവർ മാത്രം സ്വത്രം പറഞ്ഞാട്ട്. ആമേൻ. ഇങ്ങനെ സംഭവം നടന്നോ എന്ന് നീ പോലും അതിശയിക്കുന്ന രീതിയിൽ ഡ്രാമറ്റിക്കൽ ചേഞ്ച് ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. 126 സങ്കീർത്തനം, Psalms 126 verse 1. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അതാണ് വിഷയം. യെരമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ ദൂത് പറഞ്ഞു യെരമ്യാവ് ബാബേലിൽ 70 സംവത്സരങ്ങൾ അടിമയായി കിടക്കും. അതിൻ്റെ സമയം തികയുമ്പോൾ ദൈവം വീണ്ടും സിയോനിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. ഇത് തിരിച്ചറിഞ്ഞ ദാനിയേൽ പ്രാർത്ഥിച്ച് സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. അന്ന് മടങ്ങി വരുമ്പോൾ ഇവർക്ക് ആലയമില്ല, ഇവരുടെ പട്ടണത്തിൽ മതിലില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി അതിശയം ചെയ്തു. സ്വത്രം പറയുന്നില്ലല്ലോ. പലപ്പോഴും ഇങ്ങനെ ഡ്രാമറ്റിക് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. സ്വപ്നമാണ്. ഇവർ അടിമയിൽ കിടന്നു 70 വർഷമായപ്പം ആദ്യത്തെ തലമുറകൾ അവർ കുറേ പേര് അവിടെ തന്നെ സെറ്റിലായി. ഇനി ഈ സിസ്റ്റം മതി. സ്വത്രം പറയുന്നില്ല. ബാബേലിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാം,
ഇനി ചിലരുണ്ട് സെറിബാബലിനെ പോലെ, അഗായിനെ പോലെ, സക്കരിയാവിനെ പോലെ. ഇവർക്കൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം, അവിടെ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് വേണ്ടി ആലയം പണിയണം. വിഴുന്ന് കിടക്കുന്ന നെഹമ്യാവിനെ പോലെ വിഴുന്ന് കിടക്കുന്ന ആ മതിലുകളെ പണിയണം. ഇങ്ങനെ കൊതിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ദൈവം ഇവരെ വിടുവിച്ച് കൊണ്ടുവന്നിട്ട് ഇവർക്ക് വിശ്വാസം വരുന്നില്ല. സ്തോത്രം. നിങ്ങൾ താഴോട്ട് ആ വാക്യം വായിക്കണേ, ഒന്നുകൂടി വായിച്ച, രണ്ടാം വാക്യം വായിച്ചേ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ജാതികൾ തിരിച്ചറിഞ്ഞു യഹോവ ഇവർക്ക് വേണ്ടി വൻ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇവർക്ക് ഇപ്പോഴും സ്വപ്നമാണ്. ഇത് നേരാണോ സ്വപ്നമാണോ? ഡ്രാമാറ്റിക്കൽ ചേഞ്ച്. നിന്റെ ജീവിതത്തിൽ നീ സ്വപ്നം എന്നതുപോലെ ചില വിടുതൽ, ചില മണ്ഡലത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തുന്നത് നീ കാണാൻ പോകുന്ന വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ചില സമയത്ത് we are praying for the revival, but when the revival comes we are not even, നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് നോക്കുന്നേ. ഓ അങ്ങനെ നടത്തുമോ? സ്വത്രം. ഓ അങ്ങനെ നടക്കുമോ? സ്വത്രം. പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചേ? നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. ആണല്ലോ. സ്വത്രം. സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയുടെ വിലയേറിയ പ്രാർത്ഥന അത് വളരെ ശക്തമായിരുന്നു. പത്രോസിനെ ദൂതൻ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പുറത്ത് കൊണ്ടുവന്നിട്ട് പത്രോസിന് തോന്നി ഇത് സ്വപ്നമാണോ എന്ന്. കാരണം ഒരു വാതിലല്ല 3 വാതിലാണ് തുറന്നത്. ഇരുമ്പ് വാതിലുകൾ തുറന്ന് പുറത്ത് കൊണ്ടുവന്നു. സ്തോത്രം. അതിലൊരു രസമെന്ന് പറഞ്ഞാൽ ആമേ ഹല്ലേലൂയ, പത്രോസ് പുറത്തു വന്നു. അവന് തന്നെ അത് ഡ്രീമായിട്ടാണ് തോന്നുന്നത്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യമാണ്. ഒന്ന് വായിച്ചോ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മളെങ്ങനെയാ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി. സ്വത്രം. ഉണർവ് വരുമ്പോ എനിക്ക് തോന്നുന്നില്ല അങ്ങനൊക്കെ ഉണർവ് നടക്കുമെന്ന് കേട്ടോ. സ്വത്രം. ചിലർ ഉൾക്കൊള്ളത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സ്വത്രം. അവേ വായിച്ചോ നിർത്തട്ടെ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. 9-ാം വാക്യം. സമയം പോയത് കൊണ്ട് നമുക്ക് അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അയ്യോ, അവൻ പുറത്ത് വന്ന് ഹൈവേയിൽ വന്നിട്ട് അവൻ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ചില സംഭവങ്ങൾ ദൈവ UK-ൽ യൂറോപ്പിൽ നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ആമേ. നിങ്ങൾക്കറിയാമോ ഈ പെർസിക്യൂട്ടറായിരുന്ന ഈ സൗലിനെ സ്വത്രം ഒരു അധികാരപത്രത്തോടെ ഇറങ്ങി തിരിച്ചവന് 14 ലേഖനം എഴുതാനും ഏഷ്യ മൈനറിലുള്ള സഭകൾ സ്ഥാപിക്കാനും സ്വത്രം മിഷണറി യാത്രകൾ ചെയ്യാനും പലരെ നേടാനും ഉപയോഗിക്കുമെന്ന് ഒരു പെർസിക്യൂട്ടറിനെ ഒരു പ്രീച്ചറാക്കുമെന്ന് ആരെങ്കിലും ഓർത്തിരുന്നോ? അവന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡ്രാമാറ്റിക് ചേഞ്ചിങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ചാടി എഴുതിയിരുന്നാട്ട്.
ഐ റിക്വസ്റ്റ് ബ്ലെസ്സനും അനിലും ജെയിംസും എല്ലാവരും മുൻപോട്ട് പോവാ. ഇങ്ങ് വാ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ആമേ, സ്തോത്രം. ആഹാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര രമ്യം സുഖമായിരിക്കുന്നു. വാ, ആമേ. മൂന്ന് മണ്ഡലത്തിലാണ് ചേഞ്ചുകൾ നടക്കാൻ പോകുന്നത്. ഒന്ന് ഡ്രാസ്റ്റിക് ചേഞ്ച്, അടുത്തത് ഡ്രാമാറ്റിക് ചേഞ്ച്, മൂന്നാമത്തെ മണ്ഡലം ഡൈമെൻഷണൽ ചേഞ്ച്. അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ അകത്തുകൂടി ഉയർത്തെഴുന്നേറ്റ യേശു. വാതിൽ അടഞ്ഞിരിക്കുന്നു, വിൻഡോസ് ആർ ക്ലോസ്ഡ്, പക്ഷെ യേശു അകത്ത് വരുന്നു. ആ ഡൈമെൻഷൻ, സ്തോത്രം, ദൈവം ആ മണ്ഡലത്തെ ചേഞ്ച് ചെയ്യുന്നു. എല്ലാ വാതിലും അടഞ്ഞിരുന്നാലും നിന്റെ മധ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന മണ്ഡലം. ആമേൻ. എല്ലാ കണ്ണുകളടയട്ടെ. എനിക്കൊരു ചേഞ്ച് വേണം, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവദാസന്മാർ പാട്ട് പാടുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ സ്പെയർ ചെയ്ത് മുൻപോട്ട് ഓടി വന്നാട്ടെ. ഐ വാണ്ട് ടു റിലീസ് ദിസ് അനോയിന്റിംഗ് അപ്പോൺ യു. എൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം, എൻ്റെ മേൽ ദൈവം കൊടുത്ത അഭിഷേകത്തിനെ ഞാനിവിടെ റിലീസ് ചെയ്യാൻ പോകുന്നു. പൗലോസ് തിമോത്തിയോസിന്റെ മേൽ കൈവച്ചു. അവന്റെ കൈവെപ്പിനാൽ ലഭിക്കപ്പെട്ട കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നു. ഡ്രാസ്റ്റിക്കായ ചേഞ്ച്, ഡ്രാമാറ്റിക്കായ ചേഞ്ച്, ഡൈമെൻഷണൽ ചേഞ്ച് നിങ്ങൾ കാണാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവരെ നോക്കരുത്. ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവരെ നോക്കരുത്. യേശു നീ മാത്രം ആ ബന്ധത്തിലേക്ക് വാ. നിനക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നു പറ. യേശുവിനോട് പറ. യേശുവിനോട് പറ. യേശുവിനോട് പറ. യേശുവിനോട് പറ.